ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജന്മദിന സ്മരണ നടത്തപ്പെടുന്ന അഭിവന്യാൻ ഡോക്ടർ മാത്യൂസ് മാർ സേവറിയൂസ് തിരുമേനി നമുക്ക് വല്ലപ്പോഴുമൊക്കെ വീണ് കിട്ടുന്ന ഒരു സാന്നിധ്യമാണ്. അത് ഇവിടെ നേരത്തെ ലഭിച്ചിരുന്നോ എന്നറിഞ്ഞുകൂടാ. അഭിവന്യ യൗസേബിയസ് തിരുമേനി ഇന്ന് നമ്മോട് സംസാരിക്കാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ, അതുപോലെ ബഹുമാനപ്പെട്ട കോനാട്ടി അച്ഛൻ, പേര് പറഞ്ഞ സമയം ഞാൻ കളയുന്നില്ല, അധ്യക്ഷ വേദിയിലുള്ള മകൾ വ്യക്തികളെ, കോർപ്പിസ്കോപ്പന്മാരെ, റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മാത്യൂസ് മാർ സേവറിയൂസ് തിരുമേനി ഒരു അസാധാരണ മനുഷ്യനാണ്. ഒരു സാധാരണ മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് തിരുമേനിയുടെ പ്രവർത്തന ശൈലി. തിരുമേനി എപ്പോഴാണ് ഉറങ്ങുന്നത്, എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്നൊക്കെ ഞാൻ ചിലപ്പോൾ സ്വയം ഇരുന്ന് വിചാരിക്കാറുണ്ട്. എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധികളും ഈ ഭദ്രാസനത്തിലുണ്ട്. പ്രതിസന്ധികൾ കൂടുന്തോറും തിരുമേനിയുടെ പ്രവർത്തനം അതിനെയെല്ലാം അതിജീവിക്കുകയാണ്. തിരുമേനി തുടങ്ങുന്ന പ്രോജക്റ്റുകൾക്കൊക്കെ ഒരു ഭാഷാ സ്നേഹമുണ്ടെന്നാണ് എൻ്റെ വിചാരം. കാരണം ഭാഷയോട് ഒരു പ്രത്യേക മമത ആ വാക്കുകളിലൊക്കെ ഉണ്ട്. പ്രതീക്ഷയായാലും പ്രത്യാശയായാലും പ്രസാദമായാലും പ്രാപ്തിയായാലും എല്ലാം ഇംഗ്ലീഷ് വാക്കൊന്നും തിരുമേനിക്ക് തീരെ അങ്ങോട്ട് രുചിക്കുന്നില്ല. അത് തന്നെ ഒരു ദേശസ്നേഹത്തിൻ്റെയും ഭാഷാ സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ട് എനിക്ക് തോന്നുന്നു. തിരുമേനിയുടെ മനസ്സ് നിറയെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാം, എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തിരുമേനിയുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിലുള്ള ശുഷ്കാന്തി ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛനും കോനാട്ടി അച്ഛനും കൂടി ഇരിപ്പുണ്ട്. ഈ വൈദിക സെമിനാരിയിലെ ക്ലാസ് എടുക്കാൻ തക്കവണ്ണം തിരുമേനിക്ക് കുറേ പോർഷൻസ് കൃത്യമായി സിലബസ് അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായി തീർക്കുന്ന ഒരു അധ്യാപകനാണ്. അതിൽ വെള്ളം ചേർക്കാനൊന്നും തിരുമേനി സമ്മതിക്കുകയല്ല. ഇതൊക്കെ എങ്ങനെ ചെയ്തു കൂട്ടുന്നു എന്നുള്ളത് ആലോചിച്ചാൽ തന്നെ നമുക്ക് അത്ഭുതമായിരിക്കും. അതുപോലെ തന്നെയാണ് വ്യവഹാര കാര്യങ്ങളിൽ സുന്നഹദോസിൻ്റെ സെക്രട്ടറി. ഇവിടെ ഈ കണ്ടനാട് ഭദ്രാസനം എന്ന് പറയുന്നത് ഒരു കടന്നൽ കൂടാണ്, പ്രശ്നത്തിൻ്റെ കൂടാണ് ഇവിടെ. ഇതെല്ലാം കൂടെ ഈ ഒരു വ്യക്തിത്വം തൻ്റെ തലച്ചോറിലൂടെ എങ്ങനെയൊക്കെ ചിന്തിക്കും, എങ്ങനെയൊക്കെ ചിന്തിച്ച് അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്നുള്ളത് ഒരു അസാധാരണ നൽവരം തന്നെ ദൈവം തിരുമേനിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ തന്നെ വളരെ ട്രാൻസ്പെറൻസി തിരുമേനി കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ പണസംബന്ധമായ കാര്യങ്ങളിൽ തിരുമേനിക്ക് നൽകുന്ന ചെറുതും വലുതുമായ തുകകളൊക്കെ അത് ഏറ്റവും കൃത്യമായി അത് എത്തേണ്ടയിടത്ത് എത്തുക, അതുപോലെ തന്നെ ഈ സഹായം എത്തിക്കേണ്ടയിടത്ത് എത്തിക്കുക. അതുപോലെ ഇന്ന് ഇപ്പോൾ സഭയുടെ അടിസ്ഥാനപരമായ നിയമപ്രശ്നങ്ങളായിരുന്നാലും ആരാധനയുടെ കാര്യങ്ങളായിരുന്നാലും കാനോനകളായിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തിരുമേനിക്ക് ഒരു ഉത്തരമുണ്ട്. അത് ചിന്തിക്കാതെ പറയുന്നതൊന്നുമല്ല. അത് ചിന്തിച്ച് അതിനെ ഒരു നല്ല ഒരു ആൻസർ തിരുമേനി നൽകാറുണ്ട്. ഈ ഭദ്രാസനത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ടതില്ലല്ലോ. അത് നിരുത്തരവാദിത്വപരമായിട്ടോ അശ്രദ്ധയായിട്ടോ ഒന്നുമല്ല തിരുമേനി അത് ചോദിക്കാറുള്ള. അതിനെ കൈകാര്യം ചെയ്യാറുണ്ട്. ഈ സുന്നഹദോസിലൊക്കെ വളരെയധികം വിഷയങ്ങൾ വരും. ആ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ആ ഫയലുകളെല്ലാം പഠിച്ച് അതിന് ഉത്തരം പറയും. 18-ാം തീയതി മുതൽ സിനഡ് തുടങ്ങുകയാണ്. ലീഗൽ കമ്മീഷൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. സർവ്വ കമ്മിറ്റിയുടെയും തിരുമേനി എങ്ങനെയെങ്കിലും അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു വികാരം അവിടെ പലർക്കുമുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അത് തിരുമേനി ഏൽപ്പിച്ചാൽ തിരുമേനി അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് അതിൻ്റെ സാരാംശം, അതിൻ്റെ ഉള്ളടക്കം കൃത്യമായി സഭയ്ക്ക് കാനോനാകൾക്കും
നിയമങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ നിർവചനവും അതിൻ്റെ കാതലായ ഉള്ളടക്കവും കൃത്യമായി തിരുമേനി അത് അവതരിപ്പിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സർവ്വവിധ ബഹുമുഖ പ്രവർത്തന ശൈലിയോടെ ഒരു വർക്ക് ഹോളിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് തിരുമേനി. അല്ലാതെ ഒരു ചെറിയ ആപത്ത് വരുമ്പോൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് അയ്യോ ഇനി ഒന്നുമില്ല എല്ലാം പോയേ എന്ന് തിരുമേനി പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് ആർക്കും മനസ്സിലാക്കാൻ എളുപ്പമല്ലെന്നാണ് എൻ്റെ വിചാരം. ഇവിടുത്തെ ഉള്ള സഭാ പ്രശ്നമായിരുന്നാലും ഓരോ വിഷയങ്ങളായിരുന്നാലും അതുപോലെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെയാണ് ഈ ഇടവകയിലെ ജനങ്ങളും വൈദികരും തിരുമേനിയും തമ്മിലുള്ളൊരു ആത്മബന്ധം. ഇത്രയും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും തിരുമേനിയുടെ ഈ പ്രവർത്തന ശൈലി മുഖാന്തരമായിട്ട് ഇതൊരു കുടുംബം പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. അത് പറയാതിരുന്നുകൂടാ. ഒരു വാസ്റ്റ് മെജോറിറ്റി, ഒരു 95% ആൾക്കാരും ഈ തിരുമേനിയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു വീട് പോലെ ഒരു കുടുംബം പോലെ ഒരുമിച്ച് നിന്ന് ഇവിടെ പ്രവർത്തിക്കുകയാണ്. 3-4 സിസ്റ്റേഴ്സ് ഇവിടെ വന്ന് കണ്ടോ നിങ്ങൾ? അവർ വരുന്നത് തിരുവല്ലായിക്കപ്പുറം ഓതറയിൽ നിന്നാണ്. അപ്പം തിരുമേനിയുടെ ഒരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അവിടേക്ക് അവരും കടന്നു വരികയാണ്. അത് അങ്ങനെയുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് തിരുമേനിക്കുള്ളത്. ഒരു പുരോഹിതൻ ജീവിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല എന്ന് പറയുന്ന ഒരാശയമുണ്ട്. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അത് അക്ഷരാർത്ഥത്തിൽ പൂർത്തിയാക്കാൻ തക്കവണ്ണം തിരുമേനി ബന്ധപ്പെടുകയാണ്. ഇപ്പോഴും പ്രാപ്തി എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റ് കുറച്ചും കൂടെ വിപുലപ്പെടുത്തി നാമമാത്രമായിട്ടൊക്കെ ചെയ്യുന്നതിൽ നിന്ന് കുറം കൂടെ വിപുലപ്പെടുത്തി അതിനെ ഒരു സംഘടിതമായ ഒരു സിസ്റ്റം കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ്. തീർച്ചയായും ഇത് സതുദ്ദേശത്തോടെ അത് ആരംഭിക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ വിഭവ സമാഹരണങ്ങളും തനിയെ ഉണ്ടായിക്കൊള്ളും എന്നുള്ള ആത്മവിശ്വാസവും ദൈവത്തിലുള്ള അഗാധമായ ഉറപ്പും ബോധ്യവുമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് തിരുമേനിക്ക് ധൈര്യം ലഭിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കട്ടെ. ദീർഘമായി ഞാൻ അറിയുന്നില്ല. ഇപ്പോഴത്തന്നെ സമയം അല്പം വൈകിയാണ് നമ്മുടെ ഈ വണ്ടി ഓടുന്നത്. അരമണിക്കൂറിലധികം ലേറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ഈ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അതിഥിയോ അല്ലെങ്കിൽ ഒരു അപരിചിതനോ അല്ലല്ലോ. അത് കാതോലിക്ക എന്നുള്ള സ്ഥാനം കൊണ്ടല്ല ഞാനതാ പറഞ്ഞത്. ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും എൻ്റെ ഓർമ്മയിലുണ്ട്. എപ്പോഴും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ അതിൽ പങ്കുകൊള്ളുകയും ഒക്കെ ചെയ്യുന്ന കാര്യം നമുക്കൊക്കെ അറിയാം. എല്ലാ ഭദ്രാസനങ്ങളോടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രതിസന്ധി വളരെ കൂടുതലാണെന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടാനും ബന്ധപ്പെടാനുമുള്ള അവസരവും ഉണ്ടാകുന്നു. അതിലൊക്കെ ഞാൻ സന്തുഷ്ടനാണ്. മലങ്കര സഭ തീർച്ചയായും ഒരു സാക്ഷ്യമുള്ള സഭയായിട്ട് മുന്നോട്ട് പോകുക. പ്രതിസന്ധികൾ ഒരിടത്തവിടെ കിടക്കട്ടെ, അതിനെ മാത്രം ഓർത്ത് ഇരിക്കാതെ നമ്മുടെ ഉത്തരവാദിത്തം കൃത്യമായി തിരിച്ചറിഞ്ഞ് ഒരു ആധ്യാത്മികതയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മുന്നേറുക എന്നുള്ളത് തന്നെയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന് ഇന്നല്ലെങ്കിൽ നാളെ നന്മ ഉണ്ടാകാതിരിക്കുകയില്ല. നന്മ ചെയ്യുന്നതിൽ അതിൻ്റെ ഒരു ദൈവാനുഗ്രഹം നമുക്കുണ്ട്. ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അത് തീരെ നമുക്കൊരു നഷ്ടമായിട്ടോ അല്ലെങ്കിൽ അതൊരു അടഞ്ഞ അധ്യായമായിട്ടോ ഒന്നും നമുക്ക് തീരുകയില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസം നമ്മളിലൊക്കെ ഉണ്ടാകണം. പ്രാർത്ഥിക്കണം. ഈ കാര്യങ്ങളൊക്കെ നടന്ന് മുന്നോട്ട് പോകട്ടെ. തിരുമേനിക്ക് ജന്മദിന ആശംസ നേർന്നില്ലേലും അത് തിരുമേനിയൊന്നും ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്നിരുന്നാലും ഔപചാരികമായി ഒരു വൈകിയ ജന്മദിന ആശംസ ഞാനും നേരുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള സ്നേഹ ആദരവ് അറിയിച്ചുകൊണ്ട് ഈ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.